അടുത്ത ഏപ്രിലിൽ കണ്ണൂരിൽ നടക്കുന്ന CPM 23ാം പാർട്ടി കോൺഗ്രസിൽ എടുക്കാൻ പോകുന്ന ഒരു പ്രധാന തീരുമാനമുണ്ട്. 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടിയുടെ ഉന്നത സമിതികളിൽ നിന്ന് ഒഴിവാക്കുക. അതായത് വാർദ്ധക്യത്തിന്റെ അളവുകോൽ 75 വയസ്സായോ എന്നതാണ്. എങ്കിൽ ഒരു നിസ്സാര ചോദ്യമുണ്ട്: ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വയസ്സായോ? രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ മീഡിയ വൺ ഈ ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. നാം വളർന്നോ അതോ തളർന്നോ? നാം വളർന്നോ അതോ തളർന്നോ? ഈ ചോദ്യത്തിന് കവി സച്ചിദാനന്ദൻ നൽകുന്ന മറുപടിയിൽ നിന്ന് തുടങ്ങും. പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു രാഷ്ട്രമെന്ന പദവിയിൽ നിന്ന് അർത്ഥസ്വതന്ത്രമായ സെമി ഫ്രീ ആയ ഒരു രാഷ്ട്രം എന്ന നിലയിലേക്ക് നാം അപജയിച്ച ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത് എൻ്റെ ഒരഭിപ്രായമല്ല, മറിച്ച് ലോക മനുഷ്യാവകാശ സംഘടനയുടെയും ഒട്ടേറെ മനുഷ്യാവകാശ സംഘടനകളുടെയും കൂടി അഭിപ്രായമാണ്. കാരണം ഭരണഘടനാ ലംഘനങ്ങൾ വർദ്ധിക്കുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട മൗലികാവകാശങ്ങൾ അവരിൽ നിന്ന് എടുത്തു നീക്കപ്പെടുന്നു. കലാകാരന്മാരും സാഹിത്യകാരന്മാരും സിനിമാ നാടക പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒന്നൊന്നായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വിമർശനത്തോടുള്ള അസഹിഷ്ണുത, പ്രതിപക്ഷത്തോടുള്ള വിരോധം, ഇങ്ങനെ പൊതുവെ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ ദുരവസ്ഥ എന്ന് നാസിം ഹിക്മത്ത് പറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ടാഗോർ സ്വപ്നം കണ്ടിരുന്ന ആ ഉന്നത ശീർഷമായ ദേശം എവിടെയാണ് എന്ന് നാം പരിഭ്രമിച്ചു പോകുന്ന ഒരു കാലം. പണ്ട് നാസി ജർമ്മനി സന്ദർശിച്ച ഒരു വിദേശിയോട് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാർ ചോദിച്ചു അത്രേ, നാസി ജർമ്മനിയെ ആരാണ് ഭരിക്കുന്നത് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഭയം എന്ന്. ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഇത് പറയാം എന്നെനിക്ക് തോന്നുന്നു. ഭയമാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത് എന്നതാണ് സത്യം. അർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം തലകുത്തി വീഴുന്നത് എന്ന സച്ചിദാനന്ദന്റെ ഈ പ്രസ്താവന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അർത്ഥ ഫാസിസം എന്ന മറ്റൊരു 75ന്റെ അനുഭവങ്ങളെയാണ്. അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയാന്ധകാരം ജനാധിപത്യ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഭയിലേക്കുള്ള മുന്നേറ്റത്തെ എത്ര കണ്ട് പിന്നോട്ടടിച്ചുവെന്നത് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ദേശീയ സമര പാരമ്പര്യത്തിന്റെയും അനുബന്ധ നേട്ടങ്ങളുടെയും സമ്പൂർണമായ തുടച്ചുനീക്കൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ചുള്ള ആശങ്ക വളരുമ്പോൾ ഈ 75ാം വാർഷികം എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. സ്വതന്ത്ര സമരത്തിന്റെ അവസാനത്തിൽ ഒരു പുതിയൊരു രാജ്യം ജനിച്ചു. ആ രാജ്യത്തിന് ചില ഒരു സങ്കല്പമുണ്ടായിരുന്നു, മൂല്യങ്ങളുണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. അതാണ് നമ്മൾ ഇന്ന് ശരിക്കും ഈ ആഘോഷത്തിൽ ഓർമ്മ വയ്ക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ സ്വതന്ത്ര സംഘർഷം പിരിഞ്ഞുപോയി. ചിലര് എന്തായിരുന്നു വിഷയം? ഐഡിയോളജി ആയിരുന്നു. മാർക്സിസ്റ്റ് ഒരു ഭാഗത്തും ക്യാപിറ്റലിസ്റ്റ് വേറെ ഭാഗത്തും അല്ല. ജിയോഗ്രഫി ആയിരുന്നു. നോർത്ത് ഒരു ഭാഗത്തും സൗത്ത് ഒരു ഭാഗത്തും അതുമല്ല. പിന്നെ എന്തായിരുന്നു? ഒരൊറ്റ പ്രശ്നം മാത്രം. എന്താ നമ്മളുടെ രാജ്യം മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മളുടെ നേഷൻഹുഡ്, നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ ദേശഭക്തി നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യം എന്ന് പറഞ്ഞ് വിശ്വസിച്ചവര് മാറിപ്പോയിട്ട് പാകിസ്ഥാൻ സ്ഥാപിച്ചു. നമ്മളുടെ നേതാക്കൾ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി പ്രധാനപ്പെട്ടത്, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, രാജേന്ദ്ര പ്രസാദ്, എല്ലാവരും ഒരേ ഒരു ഒറ്റ വാക്ക്, സർദാർ പട്ടേൽ, അവരൊക്കെ എന്താ പറഞ്ഞു? അല്ല, നമ്മളുടെ സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ സ്ഥാപിക്കുന്ന രാജ്യം എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ ഉണ്ടാവും. സ്വാതന്ത്ര്യം നേടിയ നാളുകളിൽ സാമ്പത്തികമായ അസമത്വം എത്ര രൂക്ഷമായിരുന്നു, അത് കൂടുതൽ രൂക്ഷമായിട്ടേ ഉള്ളൂ. അന്നുള്ളതിനേക്കാൾ കൂടുതൽ സമ്പന്നന്മാരിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നുള്ളതിനേക്കാൾ കൂടുതൽ ദരിദ്രന്മാരും ഇന്ന് ഇന്ത്യയിലുണ്ട്. മതപരവും സാമൂഹ്യവുമായ വിവേചനങ്ങൾ അത് അന്നത്തേക്കാൾ രൂക്ഷമായിരിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യയിൽ. അതുകൊണ്ട് നിസ്സംശയമായി സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികൾ മുമ്പ് അന്നത്തേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണിത്.
മഹാത്മാഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായ നിർവചനമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദരിദ്രന്റെ കണ്ണുനീരും തുടച്ചു മാറ്റപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവുക എന്ന മഹാത്മജിയുടെ ആ ആശയം അത് സാക്ഷാത്കരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ആ പറഞ്ഞ മഹാത്മാഗാന്ധി തന്നെ സ്വാതന്ത്ര്യം കിട്ടി 1 വർഷം കഴിഞ്ഞപ്പോൾ വെടിവെച്ച് കൊല ചെയ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന വർഗീയത ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മിക്ക മേഖലകളിലും വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യം യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് തടസ്സം എന്താണ്? രാഷ്ട്രീയ ജനാധിപത്യത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള തുല്യതയും സമതയും സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. സാമൂഹിക ജീവിതത്തിലെ പരിഷ്കാരങ്ങൾ വൈകുന്തോറും ആ പരിമിതിയും വർദ്ധിക്കാതിരിക്കില്ല. തീർച്ചയായും ഒരു ആധുനിക രാഷ്ട്രമെന്ന നിലയിൽ 3/4 നൂറ്റാണ്ട് ഇന്ത്യ കടക്കുകയാണ്. ഈ 3/4 നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിൽ ഒരു പുരോഗതി ഉണ്ടായില്ലെന്നോ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ജനവിഭാഗമെന്ന നിലക്ക് ഇന്ത്യയിലെ കീഴ്ത്തട്ട് ജനത ആഗ്രഹിച്ചതുപോലെ ഒരു പരിവർത്തനത്തിലേക്ക് നീങ്ങാൻ ഇനിയും ഇന്ത്യക്ക് ആയിട്ടില്ല എന്ന ഒരു വിമർശനം കൂടി കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ഒരു സമൂഹമെന്ന നിലയിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം ഇന്ത്യയുടെ ഒരു സാമൂഹിക പരിഷ്കരണമാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒക്കെ ഉണ്ടാകേണ്ട ഒരു ജനായത്ത ബോധം ഇല്ല എന്നതാണ് ഇന്ത്യ നേരിടുന്നൊരു പ്രശ്നം. അതുകൊണ്ട് ഭരണാധികാരികൾ തീർച്ചയായും ഇന്ത്യയെ രക്ഷിക്കുക എന്നാൽ ഇന്ത്യയിൽ സാമൂഹിക സാമുദായിക നീതി, ലിംഗനീതി ഉറപ്പുവരുത്തുക എന്നതാണ്. അക്കാര്യത്തിലാണ് നമ്മൾ കാര്യമായ ഒരു പുരോഗതി കൈവരിക്കാത്തത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. പലതരത്തിലും ഈ ക്ഷേമം എന്ന് പറയുന്ന ക്ഷേമത്തിൽ നിന്ന് പിന്മാറുകയും സാമൂഹ്യ നീതി എന്ന് പറയുന്ന സങ്കല്പനത്തിൽ നിന്ന് വളരെ പുറകോട്ട് നടക്കുകയും ചെയ്ത ഒരു കാലവും കൂടിയാണിത്. അത് രാഷ്ട്രീയ സ്വഭാവങ്ങൾ മാത്രമല്ല. ഉദാഹരണത്തിന് ഇപ്പം സവർണ സംവരണം പോലുള്ള ഒരു സംഗതി, അതെന്ന് പറയുന്നത് സാമൂഹ്യ നീതി, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യ നീതിയോടുള്ള ഒരു പുറകോട്ടുള്ള പോക്കായിരുന്നു. പൗരത്വ ഭേദഗതി നിയമമാവട്ടെ, അങ്ങനെ ഇതിനിടയിലൂടെ ചെറിയ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് 377 സുപ്രീം കോടതി ഇടപെട്ടിട്ട് പിൻവലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശബരിമല കോർട്ടിലെ വെർഡിക്റ്റുമായി ബന്ധപ്പെട്ടൊരു സംഗതിയുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും നിരാശപ്പെടുത്തി ബാബറി മസ്ജിദിന്റെ വിധിയുണ്ട്. അപ്പം ഇത് പലതരത്തിലാണ്. ഇപ്പം രാഷ്ട്രീയ എന്താ പറയുക, മന്ത്രിസഭയോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ചെയ്യുന്ന കാര്യം, ജുഡീഷ്യറിയുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ തലത്തിൽ നടക്കുന്ന, അപ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവുന്നുണ്ട്. ഇടയ്ക്കൂടി ചെറിയ ചെറിയ പ്രതീക്ഷകളും വരുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായി തന്നെ തുടരുക എന്നുള്ളൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യക്ക് വളരെ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് പോലും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്. അത് ബുദ്ധിസം കൊണ്ടുവന്നതാണെങ്കിലും അതിനുശേഷമുള്ള പലതരത്തിലുള്ള കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലാണെങ്കിലും ഒരു സമൂഹം എന്ന നിലയിൽ ജനാധിപത്യത്തോടുള്ള അഭിനിശ്ചയുള്ള ഒരു സമൂഹമാണത്. അതിനൊരുപാട് വെല്ലുവിളികൾ വരുന്നപ്പോൾ തന്നെ നമുക്കൊരു സഹജഭാവം ജനാധിപത്യത്തോടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രതിപക്ഷം എന്നുള്ള ഒരു ഔദ്യോഗിക പദവിയെക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പ്രതിപക്ഷ സ്വഭാവമുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും ഒരുപാട് സംഭാവന ഇനിയും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഔപചാരികമായിട്ടുള്ള സ്വാതന്ത്ര്യം അർത്ഥവത്താകണമെങ്കിൽ മറ്റ് ജീവിതത്തിൻ്റെ, വ്യക്തിജീവിതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും സമസ്ത മേഖലകളിലും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അസമത്വം, കൊടിയ അസമത്വം, നമ്മുടെ ഇന്ത്യയിലെ അസമത്വം എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള തലത്തിലെത്തി നിൽക്കുന്ന അസമത്വമാണ്. നമുക്കറിയാം, തെരുവിൽ കിടക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ചിലരെങ്കിലും ഇന്ത്യയിലാണ്. ഈ രീതിയിലുള്ളൊരവസ്ഥ, പാറ്റേൺ, ഇത് സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള, അല്ലെങ്കിൽ നാം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ശോഭ കെടുത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ പ്രശ്നം, നിയമവാഴ്ചയുടെ പ്രശ്നം. നിയമം പോലും നോക്കൂ, ചിലവർക്ക് വളരെ അനുകൂലമായിട്ട് ഭവിക്കുന്നു, മറ്റ് ചിലരെ നിയമം ഉപയോഗിച്ചു തന്നെ പലപ്പോഴും കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു. സ്റ്റാൻ സ്വാമിയുടെ മരണം
യഥാർത്ഥത്തിൽ കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറയാവുന്ന കൊലപാതകം എന്ന് പറയാവുന്ന വിധത്തിലുള്ള മരണം സംഭവിച്ചത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ നിയമത്തിൻ്റെ മേഖലയിലുള്ള അസമത്വം, നീതിയുടെ ഇല്ലായ്മ, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നത് കേവലം നീതിന്യായപരമായ നിയമപരമായ നീതിയെക്കുറിച്ച് മാത്രമല്ല, ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് എന്നുള്ളതാണ്. രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നീതി, രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നീതി യഥാർത്ഥത്തിൽ ശരിയായ സ്വാതന്ത്ര്യത്തിനുള്ള മുന്നുപാധിയാണ്. ഈ 75 കൊല്ലം നമ്മുടെ പ്രതീക്ഷകൾ സഫലമായോ, അതൊക്കെ പ്രതീക്ഷകളായി തന്നെ നിലനിന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം വളരെ വിഷമാണ് പറയേണ്ടത്. കാരണം ഒരുപാട് പ്രതീക്ഷകൾ അങ്ങനെ തന്നെ പ്രതീക്ഷകളായി നിലനിന്ന് പോകുന്നു. ഗാന്ധിജി പറഞ്ഞ പോലെ നെഹ്റു ഗാന്ധിജി പറ്റി പറഞ്ഞ പോലെ the ambition of the greatest man of our times was to wipe every tear from every eye. That may be beyond us, but so long as there are tears and suffering, so long our work will not be over. എന്നൊരു പ്രതിജ്ഞ, എന്നൊരു പ്രോമിസ് തന്നെ നെഹ്റു അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ശരിയാണ്. കാരണം ഇപ്പോഴും ഒരുപാട് നമുക്കറിയാം കഷ്ടപ്പാട്, ഡെപ്രിവേഷൻ, വാണ്ട്, ഇനീക്വാലിറ്റി, ഇൻജസ്റ്റിസ്, പൗരൻ്റെ അധികാരങ്ങൾ എല്ലാം നമുക്ക് നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പോരായ്മകളുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ നമുക്ക് വീണ്ടും അത് ശരിയാവുന്നുള്ള ഉറപ്പും ഒരു ബോധ്യവും ഒരു വിശ്വാസവുമുണ്ട്. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മുടെ ചുറ്റുമൊക്കെ ഇൻഡിപെൻഡൻറ്റ് നേഷൻസാണ്. പക്ഷെ അവിടെ മിക്കവാറും സൗത്ത് ഏഷ്യൻ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോണ്ടെക്സ്റ്റിൽ പോലും ഒരു പൂർണ്ണ ജനാധിപത്യം എന്ന് പറയുന്നത് എവിടെയും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയിലാണ് ഇത് നിലനിന്ന് പോകുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ചരിത്രകാരർ പലമട്ടിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മത സാമുദായിക ഭേദമന്യേ ഉണ്ടായിരുന്ന ജനകീയ പങ്കാളിത്തത്തിൽ ആർക്കും സംശയമില്ല. അത് സൃഷ്ടിച്ച ദേശീയ ബോധം സ്വാതന്ത്ര്യച്ഛയിൽ അധിഷ്ഠിതമായിരുന്നു. പക്ഷെ ആ ദേശീയ ബോധത്തെ ദേശീയവാദമായി പരിവർത്തിപ്പിക്കുകയും അതിനെ പിന്നെ ഭരണകൂട ആരാധനയായി മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയുടെ പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ. ഭരണകൂടത്തോടുള്ള വിമർശനത്തെ രാജ്യദ്രോഹമായി കണ്ട് ജയിലിലടയ്ക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ആശങ്കപ്പെടുന്ന അവസ്ഥ. ജീവിക്കാനും വിശ്വാസം പുലർത്താനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഇന്ത്യൻ പൗരനുള്ള ഭരണഘടനാ അവകാശം അട്ടിമറിക്കപ്പെടുകയാണോ? ഇന്നിപ്പോൾ ഇന്ത്യയിൽ ആൾക്കൂട്ടത്താൽ കൊല ചെയ്യപ്പെടാൻ ഒരാളിൻ്റെ പേര് അഖ്ലാഖ് എന്നായാൽ മതി, ജുനൈദ് എന്നായാൽ മതി. ആയിരങ്ങൾ ജയിലുകളിൽ കിടന്ന് നരകിക്കുകയാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഭരണഘടനാ വിരുദ്ധമാണല്ലോ, സുപ്രീം കോടതി പരിശോധിച്ചൊരു അഭിപ്രായം പറയൂ എന്ന് ചോദിച്ചുകൊണ്ട് കൊടുത്ത അപേക്ഷ ഈ സുപ്രീം കോടതിയിലെ ആദരണീയരായ ജഡ്ജിമാർ അവർ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാർ അവരത് ചവറ്റുകൊട്ടയിലിട്ടോ, ഉറക്കത്തിൽ തലയണയുടെ അടിയിൽ വെച്ചോ? എന്താ അവർ ചെയ്യുന്നത്? അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ സുപ്രീം കോടതിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെന്റുകൾ ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാർലമെന്റോ ഏതെങ്കിലും ഒരു നിയമസഭയോ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമം പാസാക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കാണ്. തങ്ങൾ പാസാക്കിയ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തിന്മേൽ സുപ്രീം കോടതി അഭിപ്രായം പറയാതിരിക്കുന്നത് ഒന്നുകിൽ
നാഗ്പൂരിലെ RSS കേന്ദ്രത്തെ ഭയന്നിട്ടാണ്. ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി വിമർശനം ഉന്നയിക്കുകയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയെക്കുറിച്ച്. ഒന്നുകിൽ അവർ ഭയന്നിട്ടാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് എവിടെ നിന്നും അവർക്കൊരു ആജ്ഞ കിട്ടിയിട്ടുണ്ട്. ആ ആജ്ഞ ഭരണഘടനാ വിരുദ്ധമായി അവർ അനുസരിക്കുകയാണ്. സ്വാതന്ത്ര്യമെന്ന സങ്കല്പനത്തെ ദേശീയത എന്ന സങ്കല്പനവുമായി തീർച്ചയായിട്ടും നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അവയെ വേർപെടുത്തുക അസാധ്യമാണ്. കാരണം ദേശീയ ബോധമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കും കൊളോണിയലിസത്തിൽ നിന്നുള്ള വിമോചനത്തിലേക്കും നമ്മെ നയിച്ചത് എന്ന് നാം മറക്കരുത്. അതേസമയം തന്നെ ദേശീയതയുടെ രണ്ട് മുഖങ്ങൾ നാം കാണാതിരുന്നുകൂടാ. ഒന്ന് ദേശീയവാദമാണ്. രവീന്ദ്രനാഥ ടാഗോർ വളരെ കർക്കശമായി എതിർത്തിരുന്ന ഒരു സങ്കല്പമാണ് നാഷണലിസം അഥവാ ദേശീയവാദം. അതിനുള്ള പ്രധാന കാരണം ദേശീയവാദത്തിന്റെ അടിയിലുള്ളത് വിദ്വേഷമാണ് എന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളോടുള്ള വിദ്വേഷം, മറ്റുള്ള സംസ്കാരങ്ങളോടുള്ള വിദ്വേഷം, പുറമേയുള്ള ജനതകളോടുള്ള വിദ്വേഷം, ഇതെല്ലാം അതിൻ്റെ ഫലമായി തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന് കാരണമായി ഭവിക്കുന്ന തരത്തിലുള്ള അഹന്തയാണ് അതിൻ്റെ മറ്റൊരു പ്രധാന സ്വഭാവം. ഈ അഹന്തയും വിദ്വേഷവും ചേർന്ന് സൃഷ്ടിക്കുന്നതാണ് എല്ലാ യുദ്ധങ്ങളും. അതുകൊണ്ട് ദേശീയവാദം യുദ്ധത്തിൻ്റെയും വെറുപ്പിൻ്റെയും ദേശങ്ങളുടെ പരസ്പര വിദ്വേഷത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന് പറയാം. വിശേഷിച്ചും അത് ഇന്നത്തെ പോലെ വളരെ സങ്കുചിതമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ. എന്നാൽ ദേശീയതയ്ക്ക് മറ്റൊരു മുഖമുണ്ട്. അതിനെ നമുക്ക് ദേശസ്നേഹം അല്ലെങ്കിൽ പാട്രിയോട്ടിസം എന്ന് വിളിക്കാം. ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് വെറുമൊരു ഭൂപടത്തോടുള്ള ഭ്രമം മാത്രമല്ല. യഥാർത്ഥത്തിൽ ദേശത്തിലെ ജനതയെ സ്നേഹിക്കുക, ജനതയെ സേവിക്കുക, ദേശസ്വാതന്ത്ര്യത്തിനും ദേശത്തിൻ്റെ ജനാധിപത്യത്തിനും വിമോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുക, ദരിദ്രരും പീഡിതരുമായ മനുഷ്യരോടൊപ്പം നിൽക്കുക, ഇതെല്ലാം ചേർന്നതാണ് വാസ്തവത്തിൽ ദേശസ്നേഹം എന്ന് വിളിക്കപ്പെടുന്ന വികാരം. ഇക്കാര്യത്തിലൊരു വ്യാജ്യമായൊരു ദേശീയബോധമാണ് ഇന്ന് കാര്യമായി ആഘോഷിക്കപ്പെടുന്നത് എന്നത് ഇന്ത്യൻ പൗരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയോടുള്ള കൂറ് എന്ന് പറയും. ഇന്ത്യ ഒരു ദേശരാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ പൗരന്മാർ ഇന്ത്യയോട് കാണിക്കേണ്ട കൂറ് എന്നാൽ ഹിന്ദു മതത്തോട് കാണിക്കേണ്ട കൂറ് മാത്രമാണെന്ന് പറയുന്ന വിധം വളരെ വ്യാജ്യമായ ഒരു ദേശീയ ബോധത്തെയാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സംസാരിക്കുന്നവരെല്ലാവരും രാജ്യദ്രോഹികളാണ് എന്ന ഒരു നിലപാടും ഭരണകൂടത്തിനുണ്ട്. അത് ഇപ്പോൾ സമീപകാലത്തെങ്കിലും കോടതി, സുപ്രീം കോടതി അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതങ്ങനെയല്ല, നിർവചിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം. ഈ രാജ്യദ്രോഹം എന്ന് പറഞ്ഞ് ഇവർ പരത്തുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ മതവർഗീയതയുടെയോ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെയോ കാര്യങ്ങളെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ കാണണം. ചാണകത്തിൽ കുളിക്കുന്നവരും ചാണകം തിന്നുന്ന മനുഷ്യരുള്ള സ്ഥലമാണ് ഇന്ത്യ എന്നുകൂടി നമ്മൾ ഈ കൂടെ കാണേണ്ടതുണ്ട്. ഒരു ദേശീയത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരുടെയും കുത്തകയൊന്നുമല്ല. അത് ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ദേശീയതയെ ഒരു കുത്തകയായി മാറ്റി ചിലർക്ക് മാത്രം ദേശീയത ഉണ്ട് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണലിസ്റ്റിക് എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ, നോൺ നാഷണൽ അൺടിൽ പ്രൂവ്ഡ് നാഷണൽ എന്നൊക്കെ പറയാം വേണമെങ്കിൽ, ഗിൽറ്റി അൺടിൽ പ്രൂവ്ഡ് ഇന്നസെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. പ്രത്യേകിച്ചും നമ്മുടെ ഒരു വിഭാഗം പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചപ്പാട്, മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ഈ കാഴ്ചപ്പാട് വളരെ അപകടകരമായ, വളരെ എന്താ പറയുക, നമ്മൾ തീർച്ചയായിട്ടും കണ്ടം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അത് ഈ അടുത്ത കാലഘട്ടത്താണ് അത് ഇങ്ങനെ വരുന്നത്. അതൊക്കെ നമുക്ക് ഒരുപാട് ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ്. കാരണം ഇതിൽ നാഷണലിസം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിനപ്പുറം അത് ബിക്കംസ് ഷോവനിസം, ഇറ്റ് ബിക്കംസ് എ നെഗറ്റീവ് ക്വാളിറ്റി. അത് ഞാൻ മാത്രമാണ് ദേശീയതയെ നിറഞ്ഞു നിൽക്കുന്നൊരു മനുഷ്യനൊരു പൗരൻ, നിങ്ങൾക്ക് അതിന് അവകാശമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കാട്ടുന്ന ഇത്തിരി കുറവായിരിക്കും നിങ്ങൾ ദേശീയത എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ നമുക്ക് ഇടയ്ക്ക് വന്നു തുടങ്ങി. ആ ഒരു ഭിന്നതയോടുകൂടി നമ്മൾ പരസ്പരം മറ്റുള്ളവരെ കാണുന്ന ഒരു രീതി, ഇതൊക്കെ വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ടാഗോറിനെ പോലുള്ള മനീഷികളാണ് ദേശീയതയെക്കുറിച്ചിട്ടുള്ള വളരെ നിസ്തുലമായിട്ടുള്ള ചിന്താഗതി, ദർശനം
മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു നാരോ നാഷണലിസം, ഇടുങ്ങിയ ദേശീയതാവാദത്തിലേക്ക് നാം പോയിക്കൂടാത്തതാണ്. ദേശീയതാവാദത്തെ സാർവദേശീയതയുമായിട്ട് കൂട്ടിയിണക്കുമ്പോഴാണ് അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുക. അത് നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സമീപകാലത്തായി പലപ്പോഴും ഭരണത്തിലിരിക്കുന്ന ആളുകൾ, സർക്കാരിലിരിക്കുന്ന ആളുകൾ അവർക്കെതിരെ വിയോജിപ്പ് പുറപ്പെടുവിക്കുന്ന ആളുകൾക്കെതിരെ എതിർപ്പിൻ്റെ ശബ്ദം ഉയർത്തുന്ന ആളുകൾക്കെതിരെ കരിനിയമങ്ങൾ പ്രയോഗിക്കുന്ന അവസ്ഥ. അത് 124A ശിക്ഷാ നിയമത്തിലെ സെഡിഷൻ സംബന്ധിക്കുന്ന 124A വകുപ്പാകാം, UAPA പോലുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങളാകാം, കരിനിയമങ്ങളാകാം, അതിലെ വ്യവസ്ഥകളാകാം, ജാമ്യം പോലും നിഷേധിക്കുന്ന, ജാമ്യം നിഷേധിച്ചുകൊണ്ട് വർഷങ്ങളോളം ആളുകളെ തടവിലിടുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങൾ. ഇതൊക്കെ ഈ സമീപകാലത്ത് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പത്രക്കാര് സർക്കാരിന്റെ കോവിഡ് മാനേജ്മെന്റ് തെറ്റിപ്പോയി, ആൾക്കാര് മരിച്ചുപോയ വ്യക്തികളെ നദിയിൽ എറിയുന്നു എന്നൊക്കെ പത്രം എഴുതിയ ശേഷം ആ പത്രത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമ്പോൾ നമ്മൾക്ക് എന്താ വിചാരിക്കേണ്ടത്? ഒരു മലയാളി ജേർണലിസ്റ്റ് ഹത്രസിൽ ഒരു മഹിളയുടെ ഗാങ് റേപ്പ് നടത്തി പറഞ്ഞ് അതിനെ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് 1 വർഷമായിട്ട് ജയിലിൽ ഇട്ടിരിക്കുന്നത്, അത് എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ അർത്ഥം? അപ്പോൾ ജേർണലിസം എന്ന് പറഞ്ഞൊരു സാധനം, ഒരു പ്രൊഫഷൻ, നമ്മളുടെ നാട്ടുകാർക്ക് റൈറ്റ്സ് ടു ബി ഇൻഫോംഡ് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. എൻ്റെ അർത്ഥം അവര് ലോകത്തിൽ എന്താ നടക്കണം, ഭാരതത്തിൽ എന്താ നടക്കണമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടോ അവരുടെ ടെലിവിഷൻ ഷോയിൽ കാട്ടിയിട്ടോ നമ്മളുടെ പൗരന്മാർക്ക് അവരുടെ അവകാശം പൂർത്തിയാക്കാൻ അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നടക്കേണ്ടത്. നമ്മളെല്ലാവരും പൗരന്മാർക്ക് വി ഓൾ ഹാവ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ്. അതിനെയാണ് അവരിപ്പോൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ പോളിസീസ് വെച്ചിട്ട്. അത് മാത്രമല്ല, ഈ സർക്കാരിനെതിരെ സംസാരിച്ചാൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ വിശ്വാസത്തിനെതിരെ പറഞ്ഞു എന്നല്ല അവർ വിചാരിക്കുക. നിങ്ങൾ ദേശദ്രോഹിയാണ്, നിങ്ങൾ രാജ്യത്തിന്റെ എതിരാണ് സംസാരിക്കുന്നത്, യു ആർ ആന്റി നാഷണൽ, അങ്ങനെയുള്ള സംസാരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസെന്റിനെ ഡീലെജിറ്റിമൈസ് ചെയ്യണം. ഡിസെന്റിനുള്ള അവകാശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർക്കാരിനോടുള്ള, അത് നമ്മൾ രാജ്യത്തിനെതിരെ അല്ല പറയുന്നത്, ആ രാജ്യത്തെ സർക്കാരിനെതിരെയാണ്. ആ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ, ഏത് സർക്കാരിൻ്റെയും നടപടികൾ ജനദ്രോഹപരമോ അല്ലെങ്കിൽ ചില ജനങ്ങൾക്ക് വിഘാതമാവുകയോ ചെയ്യുന്ന നടപടികളാണെങ്കിൽ അതിനെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. സർക്കാരിനെതിരെ പറയുന്നത് രാജ്യത്തിനെതിരെയാണെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഈ ഭൂരിപക്ഷ സർക്കാർ അവർക്ക് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സമവാക്യമാണ്. ആ സമവാക്യം രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്തുടരേണ്ട കാര്യമൊന്നുമില്ല. സർക്കാരിനെ തിരുത്താനുള്ള അവകാശം, അതാണ് ജനാധിപത്യം. സർക്കാരിനെ തിരുത്താനും സർക്കാരിൻ്റെ മേലെ സമ്മർദ്ദം ഉണ്ടാക്കുവാനും ഈ ഫെഡറൽ സിസ്റ്റം നിലനിർത്താനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് രാജ്യസ്നേഹത്തെയും സർക്കാർ വിമർശനത്തെയും ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് അതൊരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ്. അതിൽ ജനങ്ങൾ നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് അപകടവും വെല്ലുവിളിയും നേരിട്ട് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കും. ഈ വിശ്വാസം ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസമാണ്. അതിനെ സഹായിക്കുന്ന ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ പലതാണ്. ഭരണഘടനയുടെ ഐതിഹാസികമായ ഔന്നത്യവും വൈവിധ്യമാർന്ന ജനതയുടെ സമരവീര്യവും തന്നെ ഏറ്റവും പ്രധാനം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. ഇന്ത്യയുടെ ഭരണഘടന തീർച്ചയായിട്ടും മറ്റ് പല രാജ്യങ്ങളിലെയും ഭരണഘടനകളെ കൂടി പരിശോധിച്ചതിന് ശേഷം രചിക്കപ്പെട്ടതാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനർത്ഥം അതൊരു ഫോറിൻ പ്രോഡക്റ്റാണ് എന്നുള്ളതല്ല. അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം പലപ്പോഴും ഈ പറയുന്ന വർഗീയവാദികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ സയൻറ്റിഫിക് ടെമ്പറാമെൻ്റ് പോലുള്ള, അഹിംസ പോലെയുള്ള, സാഹോദര്യം പോലുള്ള, സമത്വം പോലെയുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ആശയങ്ങൾ തന്നെയാണ്. അതൊരു മറ്റൊരു ഭാഷയിൽ കുറിക്കപ്പെട്ടു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഭരണഘടനകളിൽ സമാനമായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടോ അതിൻ്റെ ഇന്ത്യൻ സ്വഭാവം ഇല്ലാതാകുന്നില്ല. ആ ഭരണഘടനയാണ് ഇന്ന് ഏറ്റവും
കൂടുതൽ വെല്ലുവിളിക്കപ്പെടുന്നത്. ആ വെല്ലുവിളി പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന, അധികാരം കൈയാളുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള വൈരുദ്ധ്യം. പലതരത്തിലുള്ള ഫെഡറൽ സിസ്റ്റംസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അടിസ്ഥാന ഘടനയാണ്. അതൊന്ന് ഇന്ത്യയുടെ ഏറ്റവും, അതുപോലെ തന്നെ ഇന്ത്യയുടെ സാധാരണ വളരെ സമഗ്രമായ ഒരു ഭരണഘടനയുണ്ട്. ഇതുപോലെ എഴുതപ്പെട്ടിട്ടുള്ള പലതരത്തിൽ കൂട്ടിച്ചേർക്കലൊക്കെ നടത്തിയിട്ടുള്ള, ഒരുപാട് കൂട്ടിച്ചേർക്കലുള്ള റൂംസ് ഉള്ള, സാധ്യത ഇട്ടിട്ടുള്ള ഒരു ഭരണഘടന എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്നാണ് ഞാൻ കരുതുന്നത്. ആ ശക്തി എന്ന് പറയുന്നത് എന്താ പറയുക, അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നണി വിഭാഗങ്ങളാണ്. അതായത് പലതരത്തിലുള്ള വൈദഗ്ധ്യമുള്ള, പലതരത്തിലുള്ള സ്കില്ലുകൾ സാമുദായികമായും ചരിത്രപരമായും ഉള്ള, അതുപോലെ ക്രാഫ്റ്റ്മാൻഷിപ്പുള്ള ഒക്കെ ഒരു വലിയ വിഭാഗം നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാരണം ഇന്ത്യയിൽ അധികാരം കൈയാളിയിട്ടുള്ളത് വളരെ ചെറിയൊരു ശതമാനമായിരിക്കും, ബ്രാഹ്മണരോ അല്ലെങ്കിൽ ഏതെങ്കിലും സവർണ്ണ വിഭാഗങ്ങളായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ പിന്നണി ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്കിൽസ് ഉള്ളവരാണ്. ഇന്ത്യ ഒരു അഗ്രികൾച്ചർ എക്കോണമിയാണ്. ഇപ്പം മിക്സഡ് എക്കോണമിയായി അതൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയെ പ്രാദേശികമായി നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന, അതിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന പിന്നണി വിഭാഗങ്ങളുണ്ട്. അവരുടെ അറിവിനെയും അവരുടെ കാര്യശേഷിയും അവരുടെ സ്കിൽസിനെയും ഉപയോഗിക്കത്തക്ക വിധത്തിൽ നമ്മുടെ പ്ലാനിങ്ങുകൾ മാറേണ്ടതുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മളെല്ലാവരും തുല്യരാണെന്ന് ആദ്യമായി പ്രവചിച്ച ഒരേയൊരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന എന്നുകൂടി നമ്മൾ കാണണം. മാത്രവുമല്ല, ഓരോ വിഭാഗങ്ങൾക്കും, ഓരോ വ്യക്തികൾക്കും നീതി ഉറപ്പിക്കുന്ന അനേകായിരം നിർദ്ദേശങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട് എന്ന് നമ്മൾ കാണണം. ഇന്ത്യയിലെ ആദിവാസികൾ, കുട്ടികൾ, സ്ത്രീകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ വിഭാഗത്തിൻ്റെയും നീതിയെ ഉറപ്പ് ചെയ്യുന്നൊരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് ഇന്ത്യക്കൊരു പ്രതീക്ഷയുള്ളത് ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത ഇന്ത്യയിലെ പൗരസമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നത് തന്നെയാണ് ഒരു പ്രതീക്ഷ. ആ പൗരസമൂഹം, അതായത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്ന, ഭരണഘടനാ ധാർമ്മികതയെ ഉൾക്കൊള്ളുന്ന ഒരു ജനസമുദായമായി ഇന്ത്യ മാറിയാൽ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രവും ലോകത്തിലെ ഏറ്റവും മാതൃകാ രാജ്യവുമായി ഇന്ത്യ മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നടക്കുന്നൊരു കാര്യം, ഇന്ത്യ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണഘടനാ മൂല്യങ്ങളെ കാണുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല, അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി എന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളുമായി ജനാധിപത്യപരമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറായാൽ ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹത്തിൽ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. UAPA പോലെയുള്ള ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ, അട്ടർലി അതോറിറ്റേറിയൻ ആൻഡ് പെർനീഷ്യസ് ആക്ട് എന്നാണ് ഞാൻ അതിന് കൊടുക്കുന്ന ഫുൾ ഫോം. അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് UAPA വിപുലീകരണം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വിപുലീകരണം ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കൊണ്ട് ആനന്ദ് ദൽതുംദെ പോലുള്ളവരെയെല്ലാം പിടിച്ച് ജാമ്യം കിട്ടാൻ ജയിലിലടച്ചിരിക്കുകയാണെങ്കിൽ പോലും അവരെ വിമോചിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടേതായ, ബുദ്ധിജീവികളുടേതായ, കലാകാരന്മാരുടേതായ ശബ്ദം ഉയരുന്നുണ്ട്. അത് ഈ COVID-19 സാഹചര്യമായതുകൊണ്ട് വേണ്ട വിധത്തിൽ ഉയർന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ജനങ്ങൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി പൊരുതാൻ തയ്യാറാണ്. ഇന്ത്യയിൽ അടിച്ചമർത്തൽ അത്ര എളുപ്പമല്ല. അത് ബ്രിട്ടീഷുകാർക്ക് പോലും അത് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് നിരന്തരമായി ഇന്ത്യക്കാരെ മതത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ഭരണകൂടവും ബ്രിട്ടീഷുകാരുടെ അതേ രീതിയാണ് മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ പിന്തുടരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഭാഗത്ത് അടിച്ചമർത്തൽ നടത്തിയാൽ മറ്റൊരു ഭാഗം ഉയർന്നു വരികയും പ്രതിഷേധിക്കുകയും ചെയ്യും എന്നതാണ് ഇന്ത്യയുടെ സവിശേഷത. നിങ്ങൾ തൊഴിലാളികളെ അടിച്ചമർത്തുന്നു, അപ്പോൾ കർഷകർ പ്രക്ഷോഭത്തിലേക്ക് ഉയർന്നു വരുന്നു. നിങ്ങൾ ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ അടിച്ചമർത്തുന്നു, അപ്പോൾ മറ്റ് മതങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട ഹിന്ദു സമുദായങ്ങൾ പോലും പ്രക്ഷോഭങ്ങളിലേക്ക് ഉയർന്നു വരുന്നു. ഇങ്ങനെ ഒന്നിച്ച് അടിച്ചമർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഈ വിവിധത തന്നെയാണ് ഒരുപക്ഷെ നമ്മെ ആത്യന്തികമായി രക്ഷിക്കാൻ പോകുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ നാനാത്വമാണ്. രാജ്യം കടന്നുപോകുന്ന രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചും ഭരണകൂടത്തിന്റെ അത്യാചാരത്തെക്കുറിച്ചും വ്യാപകമായ ഉത്കണ്ഠ
ബുദ്ധിജീവികൾ മുതൽ സാധാരണക്കാർ വരെയുള്ള ആളുകളിൽ പ്രകടമാണ്. എന്നിരിക്കലും ഇന്ത്യ എന്ന വികാരം ഇതിനെയെല്ലാം മറികടക്കുന്നതാണ്. ഒരിക്കൽ കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് തന്നെ ആകുമോ എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി മാത്രം. ഇന്ത്യയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യയുടെ ദുർഗതിയിൽ ഞാൻ വിലപിക്കുകയും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ വിട്ട് പോയാൽ മതി, മറ്റേതെങ്കിലും രാജ്യത്ത് പോയി താമസിച്ചാൽ മതി. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ത്യയിൽ തന്നെ ജീവിക്കാനും ഇന്ത്യയിൽ തന്നെ മരിക്കാനും ആഗ്രഹിക്കുന്ന പൂർണ്ണമായ ഒരു ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതിസന്ധിയെക്കുറിച്ച്, ഇന്ത്യൻ സ്വാതന്ത്ര്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ഉറക്കെ ആലോചിക്കാനും സത്യം വിളിച്ചു പറയാനും ഞാൻ നിരന്തരമായി നിർബന്ധിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേതെങ്കിലും ഒരു രാജ്യം വിമോചിതമായൊരു പ്രദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ മനുഷ്യവംശത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഒരു ജന്മമുണ്ടായാൽ ഇന്ത്യയിൽ തന്നെ ജീവിക്കണമെന്നും ഇന്ത്യയിലെ അനീതികൾ ആത്യന്തികമായി പരിഹരിക്കുന്ന വിധമുള്ള സാമൂഹിക ജീവിതം കൊണ്ടു നടക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 50-കാരനാകുമ്പോഴേക്കും ഭൂരിപക്ഷവും എൻ്റെ ജീവിതം വിദേശത്തിലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സും എൻ്റെ ആലോചനയും എൻ്റെ വിശ്വാസവും ഭാരതം എപ്പോഴും വിട്ടില്ല. ഞാൻ കുട്ടിക്കാലം മുതൽക്കേ ഒരു എഴുത്തുകാരനായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം ഞാൻ എഴുതുന്നത് ഭാരതത്തിനെ കുറിച്ചാണ് ഞാൻ എഴുതാൻ തീരുമാനിച്ചത്. എൻ്റെ ആലോചനകളും ഒക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ട് ന്യൂയോർക്കിലോ ജനീവയിലോ സിംഗപ്പൂരിലോ എവിടെ താമസിക്കുകയാണെങ്കിലും എൻ്റെ എഴുത്ത് ഭാരതത്തിന്റെ ചരിത്രം, ഭാരതത്തിന്റെ സാഹിത്യം, ഭാരതത്തിന്റെ അനുഭവങ്ങൾ, ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഇന്ത്യ മാറ്റേഴ്സ് ടു മീ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു മാറ്റർ ടു ഇന്ത്യ. അപ്പോൾ ഐക്യരാജ്യസഭയുടെ ഇന്നിങ്സ് തീർന്നപ്പോൾ എൻ്റെ മനസ്സൊരു സംശയം ഉണ്ടായിരുന്നില്ല, എനിക്ക് തിരിച്ചു വന്നിട്ട് ഒരു രാജ്യത്തിൽ പ്രവർത്തിക്കണമെന്നോ ജീവിക്കണമെന്നോ ആവശ്യമുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തം രാജ്യം മാത്രമാണ്, ഭാരതമാണ്. Every Indian wants to be an Indian, whatever the life that India gives him and whatever he contributes to that India. And therefore India, that is Bharat, that is our motherland, which has given us this wonderful culture, this wonderful arabesque of variety of culture, resplendent, unparalleled in the world, is, I think, we are fortunate to be Indians. And therefore, here's to another 75 years and more, of course, of this wonderful legacy, of this wonderful idea called India, that we are fortunate to be heirs to. Jai Hind. നാം ജീവിക്കുന്ന ഇന്ത്യ, എത്ര ആവർത്തിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ത്യ, സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ നമ്മുടെ ചേർത്തുപിടിക്കൽ ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ട് സാമ്പത്തിക സമത്വവും സാമൂഹിക നീതിയും സാംസ്കാരിക സമൃദ്ധിയും കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് മുന്നേറാനുള്ളത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം സമ്മാനിച്ച ദേശീയബോധം സ്വാതന്ത്ര്യമെന്ന ജന്മാവകാശം സംരക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കുകയല്ലാതെ മാർഗമില്ല. നമ്മുടെ രാജ്യത്തിന് വളർന്നേ മതിയാകൂ. തളർന്നാൽ തകർന്നു പോവുക നാം എന്ന ജനത തന്നെയാകും. വളരുക പ്രിയ നാടേ.